friends, welcome back to Film Orchard. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചാക്കോച്ചൻ സുഗീത് കോംബോയിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ മൂവിയായ ശിക്കാരി ശംഭു എന്ന മൂവിയാണ്. ഇതിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പടത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും പടത്തിൻ്റെ ഒരു ഇൻട്രോ പ്ലോട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ശിക്കാരി ശംഭു എന്ന ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഈ മൂവിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാക്സിമം ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മൂവി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിന് സിനിമാറ്റോഗ്രഫി, VFX, കളർ കറക്ഷൻ, ലൈറ്റിങ് എല്ലാം തന്നെ മാക്സിമം കാണുമ്പോൾ നല്ല രസമുള്ള രീതിയിൽ തന്നെ അത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു BGM ഉണ്ട്. സോങ്സ് നല്ല സോങ്സ് തന്നെയായിരുന്നു. ഭയങ്കര ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും എൻജോയ് ആക്കുന്ന രീതിയിൽ തന്നെയുള്ള സോങ്സ് ആയിരുന്നു. ഈ പാട്ട് ഇവിടെ വേണ്ടായിരുന്നു അങ്ങനെ നമുക്ക് തോന്നുന്ന സീൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ മൂവിയുടെ മെയിൻ പ്ലസ് പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സംശയം കൂടാതെ പറയാതെ ചാക്കോച്ചൻ തന്നെയാണ്. ചാക്കോച്ചൻ്റെ ലുക്ക്, പിന്നെ അദ്ദേഹം മാസ് മൂമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കോമഡി ആവട്ടെ എല്ലാം തന്നെ നല്ല രീതിയിൽ ചാക്കോച്ചൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, ഹരീഷ് കണാരനുണ്ട്. അപ്പോൾ കോമഡി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ട് മൂവിയിൽ. ഇപ്പോൾ ഈ മൂവിക്ക് സുഗീത് ഈ മൂവി ഡയറക്റ്റ് ചെയ്തത് ഒരു ഷ്യൂർ ഷോട്ട് എൻ്റർടൈനർ, ഒരു ഹിറ്റ് ആവാനുള്ള ഒരു രീതി തന്നെയാണ്. കാരണം ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുല യൂസ് ചെയ്ത് തന്നെയാണ് പടം ഇറക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് എൻജോയബിൾ ആക്കുന്ന രീതിയിലെല്ലാം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി മൂവിയുടെ ഒരു നെഗറ്റീവായിട്ട് പറയാമെന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ പറയും, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ അവർ ഇത് കാണുകയാണെങ്കിൽ അദ്ദേഹം പല മൂവിയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുമായിരിക്കും. ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്, അത് ഒരുപാട് വന്നിട്ടുള്ള ഫോർമുല തന്നെയാണ് മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്മൂത്തായിട്ട് പോകുന്നു, കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു, പിന്നെ ഒരു സസ്പെൻസ്, ഒരു ക്ലൈമാക്സ്. ആ സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇതൊരു ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തെടുത്ത മൂവിയാണ്. അപ്പം ഫാമിലി ആയിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഒരു ഡബിൾ മീനിങ് ഡയലോഗ്സും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ മൂവിക്ക് ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ ഒരു 2.9 ആണ് റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ കഴിയാവുന്നവരെല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.